നോക്കുന്നത് മറയൂരിലാണ് സംഭവം. മറയൂരിൽ കാട്ടാന ആക്രമണമുണ്ടായി. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കാന്തല്ലൂർ പാമ്പൻപാറ തെക്കേൽ തോമസിനാണ് പരിക്കേറ്റത്. ജെയിനസ് രാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണോ? നേരത്തെയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മോത്തി, ഇന്ന് രാവിലെ 6:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. തോമസും ഭാര്യ സിസിലിയും ചേർന്ന് പറമ്പിൽ വീണ കുടംപുളി അത് പറക്കുന്നതിനായി പോയതാണ്. ഈ സമയത്ത് പിന്നിൽ നിന്ന് വന്ന് ആന ആക്രമിക്കുകയായിരുന്നു. തോമസിനെ ചവിട്ടുകയാണ് ആന ചെയ്തത്. ആ സമയത്ത് സിസിലി ഒപ്പം ഉണ്ടായിരുന്നു. അവർ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. എന്നിട്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തോമസിന്റെ വയറിനാണ് ചവിട്ടേറ്റിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ആദ്യം പ്രാഥമിക ചികിത്സ മറയൂരിലെ താലൂക്ക് ആശുപത്രി PHCയിൽ നൽകി. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ആദ്യ പരിശോധന നടത്തിയ ഡോക്ടർമാർ അടക്കം പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി, ഏതാണ്ട് 1 വർഷത്തോളമായി ഈ മേഖലയിൽ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ കാട്ടാന ശല്യം നിലനിൽക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് നമ്മൾ നൽകിയതുമാണ്. ഒരു ഘട്ടത്തിൽ ഈ ആനകളെ തുരത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് കടത്തുന്ന അടക്കമുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ ആനകളെല്ലാം പോയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ മടങ്ങി വരികയായിരുന്നു. പകൽ സമയത്ത് പോലും ആന ഇറങ്ങുന്ന ഒരു മേഖലയായി മറയൂരിലെ കാന്തല്ലൂർ മേഖല മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തോമസിന്റെ നില അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തെ ആദ്യം മറയൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും അതിനുശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രശ്നം ഈ മേഖലയിൽ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇതിനു മുമ്പ് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം മാത്രം ഏതാണ്ട് 6-7 മരണങ്ങൾ ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. യാതൊരു പരിഹാരവും ഈ പ്രശ്നത്തിന് കണ്ടെത്താൻ ഇതുവരെ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. മോത്തി.